ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പം തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ പെട്ടെന്നൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഇതുണ്ടാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവർക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റിയാണ് ഇതൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ വറുത്തിട്ടെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടേക്കുകയാണ്. ഞാനിപ്പോൾ ഇത്രയും ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഫില്ലിങ്സ് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഒരു അരക്കപ്പ് അളവിലായിരുന്നു ഞാൻ ക്യാബേജ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/4 കപ്പ് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം, അടുത്ത് വേണ്ടത് ക്യാരറ്റ് ആണ്. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ്. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മയോണൈസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അവ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ മയോണൈസും ടൊമാറ്റോ സോസും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്ത് ഇനി ഒരു ജാറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ടിനി അതേ 1 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങളിപ്പോൾ 2 കപ്പ് മൈദ എടുക്കുകയെന്നുണ്ടെങ്കിൽ 2 കപ്പ് പാലെടുക്കുക. അങ്ങനെ ഒരു അളവിൽ വേണം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഗ്ലാസ്സിലാണ് മൈദ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ ഗ്ലാസ് അളവിൽ പാലും എടുക്കുക. ഇനി അതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനായുള്ള ഉപ്പും. ഇത് ഇത്രയും നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇതിരിക്കേണ്ടത്. കണ്ടില്ലേ? ഇനി ഇത് കനം കുറച്ച് നമുക്ക് നല്ല സോഫ്റ്റി ആയിട്ട് മൈദയുടെ ഒപ്പം തയ്യാറാക്കിയിട്ടെടുക്കാം. അധികം അങ്ങ് തിന്നാക്കല്ല കേട്ടോ. നമ്മളിത് എടുക്കുന്ന സമയത്താണെങ്കിൽ ഇത് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം തിന്നാക്കരുതെന്ന്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആ 1 കപ്പ് പാലെടുക്കുന്നതിന് പകരം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്താലും നമുക്ക് ഇതേപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. പക്ഷേ കൂടുതലും ടേസ്റ്റ് പാല് ചേർത്തിട്ടുണ്ടാക്കുന്ന മൈദയുടെ അപ്പത്തിനാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളതിനും കൂടി നമുക്ക് ഓരോ മൈദയുടെ അപ്പം തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനത് മുഴുവനും ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇത് വളരെ സോഫ്റ്റിയാണ്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ് ഇല്ലേ, അത് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മൈദ 1 ടീസ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ സൈഡിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ ഫില്ലിങ് നിങ്ങൾക്ക് ഇതിലേക്ക് വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വയ്ക്കാം, കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ച് വയ്ക്കാം കേട്ടോ. 2 സൈഡും അങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദയും കൂടി തൂത്ത് കൊടുക്കാം. എന്നിട്ട് അത് മറ്റേ 2 സൈഡും കൂടി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇത് കണ്ടില്ലേ? ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ വേണം നമുക്ക് ബാക്കിയുള്ളതും ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് മൈദയുടെ അതൊക്കെ തേച്ച് ഒന്ന് മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതേ ഞാൻ എല്ലാം ഇവിടെ നേരത്തെ പോലെ തന്നെ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് മൊരിച്ചിട്ടെടുക്കണം. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ മാത്രം, ഒരു അല്പം ഓയിൽ, ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡ് നല്ലപോലെ ഒന്ന് മൊരിച്ചിട്ടെടുക്കാം. ഇതിൻ്റെ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെയാണ് ഇതൊന്ന് തയ്യാറാക്കി കിട്ടുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് സമയമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചുട്ടെടുത്തിട്ട് ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഇത് കുക്കായിട്ടുള്ളതാണ്. ഇതൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്നങ്ങ് എടുക്കാം. സൂപ്പർ രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. വൈകിട്ടൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കൂടെയുള്ള കൊച്ചു ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.